പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഞാൻ ജമാലുദ്ദീൻ, നിങ്ങളുടെ മാത്തമാറ്റിക്സ് ടീച്ചർ. നിങ്ങളെല്ലാവരും സുഖമായി വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് കരുതാണ്. ഈ കോവിഡ് മഹാമാരി കാരണം നമുക്ക് സ്കൂൾ തുറക്കാനോ ക്ലാസ് റൂമുകളിൽ മുഖാമുഖം കണ്ട് ക്ലാസ് സംഘടിപ്പിക്കാനോ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ശ്രദ്ധിക്കല്ലാതെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു മാർഗവും ഇല്ല. അപ്പോൾ നിങ്ങൾ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് നല്ലവണ്ണം ശ്രദ്ധിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുക. നിങ്ങൾ വിക്ടേഴ്സ് ചാനലിൽ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ കേട്ട കാര്യങ്ങളെ സപ്ലിമെൻ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുകയാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇത് കേൾക്കുക, ഇത് കാണുക. നിങ്ങൾക്ക് വിശദീകരണം വേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ കൂടുതൽ സംശയമുള്ള സ്ഥലത്ത് വീഡിയോ പോസ് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക. ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിയതിൻ്റെ ശേഷം ഇതിൻ്റെ റെസ്പോൺസ് നിങ്ങൾ എന്നെ അറിയിക്കുക. അത് ഉപകാരപ്രദമാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രസൻറ്റേഷൻ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങളെല്ലാം ഇങ്ങനത്തെ പ്രോഗ്രാമിലൂടെ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കാം. ഓക്കെ, ആൻഡ് സോ all you are welcome to the class. Our first chapter is related to area. You know what is area? Area means the spreadness of a region. At what much place a region is spread out. For example, a floor of the classroom. And so we will tell it in square meters or square foot like that. How many square foot are there at that particular region where that classroom spread out. ചെറിയ യൂണിറ്റ്സ് ആണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഒരു നോട്ട് ബുക്കിൻ്റെ ഒരു പേജ് എന്ന് പറയുന്നത് ചെറിയ സ്ഥലമേ ഉള്ളൂ. അപ്പോൾ അത് അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയറുകളാണ് യൂസ് ചെയ്യുക. സെൻറ്റിമീറ്റർ സ്ക്വയർ, വൺ സ്ക്വയർ മീൻ ഇറ്റ് ഈസ് എ സെൽ വിച്ച് കണ്ടെയ്ൻ എവരി സൈഡ്സ് 1 സെൻറ്റിമീറ്റർ ലൈക്ക് ദാറ്റ്. 1 സെൻറ്റിമീറ്റർ ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ള ഒരു കള്ളിയാണ് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. ആൻഡ് സോ ഇഫ് ദി റീജിയൻ ഈസ് വെരി സ്മോൾ ആസ് ലൈക്ക് യുവർ നോട്ട് ബുക്ക് പേജ്, അറ്റ് ദാറ്റ് ടൈം വി വിൽ measure it by centimeter squares. If the region is large like that, your classroom, at that time the floor of your classroom or your bedroom like that, at that time we will use a square foot or square meter like that. If the region is as like that of a district or a state, at that time we will use square kilometer, and according to the context we will decide what unit is to be selected. അപ്പം യൂണിറ്റിനനുസരിച്ചാണ് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പം നിങ്ങൾ ആദ്യം തന്നെ 7ാം ക്ലാസ് മുതൽ തന്നെ റെക്റ്റാങ്കിൾസ്, ട്രയാങ്കിൾസ്, ഇതിൻ്റെയൊക്കെ ബേസിക് ഫിഗേഴ്സ് നിങ്ങളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഏരിയ എങ്ങനെ കാണാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എന്തുകൊണ്ടാണ് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ആൻഡ് സോ ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് നിങ്ങൾക്കറിയാം. ലെങ്ത്തും ബ്രെഡ്ത്തും നോൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ നമുക്ക് ലെങ്ത്തിനും ബ്രെഡ്ത്തിനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഹിയർ ഐ ഹാവ് ഷോൺ യു എ റെക്റ്റാങ്കിൾ ആൻഡ് സോ ലെറ്റ് us make many rectangles with the same area as this rectangle occupied. For an example, if we consider a rectangle of area 20 square units, it can be 20 centimeter like that, 20 square centimeter. Suppose its length is 5 centimeter and breadth is 4 centimeter. അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിനെ നമ്മൾ ഡബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏരിയ ഫിക്സഡ് ആയി കിട്ടണം. നമ്മൾ ഒരു റെക്റ്റാങ്കിളിനെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക. അതിൻ്റെ ലെങ്ത്ത് 5 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ്, ഏരിയ 20 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയി. അങ്ങനെയുള്ള റെക്റ്റാങ്കിളിനെ നമ്മൾ അതേ ഏരിയ ഉള്ള മറ്റൊരു റെക്റ്റാങ്കിൾ ഉണ്ടാക്കണമെന്ന് സപ്പോസ് ചെയ്യുക. അതിൻ്റെ ലെങ്ത്ത് നമ്മൾ ഡബിൾ ചെയ്യാണ്. 5ന് പകരം 10 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ഇൻറ്റു വാട്ട് വി വിൽ ഗീവ് 20. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് 20/10, ദറ്റ് ഈസ് 2. അപ്പം അങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിളിലെ ലെങ്ത്തിന് ഡബിൾ ചെയ്യുമ്പം 5 10 ആകുമ്പം ബ്രെഡ്ത്ത്
നേരെ ഹാഫായി കൊടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ 4 ഉള്ളത് 2 ആയി കൊടുത്താൽ മതി. ദെർഫോർ 10 × 2 ഈസ് ഈക്വൽ ടു 20. നമ്മൾ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തിനെ 5 ഉള്ളതിന് പകരം 20 ആക്കുകയാണെന്നുണ്ടെങ്കിൽ ദറ്റ് മീൻ വി ഹാവ് ടേക്കൺ ഇറ്റ് ഇൻ ടു 4 ടൈംസ് അറ്റ് ദാറ്റ് ടൈം 20 ആവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അതിൻ്റെ ബ്രെഡ്ത്ത് എന്തായാൽ മതി 4 ടൈംസ് കൂടുമ്പോൾ മറ്റത് 1/4 ആയിട്ട് കുറഞ്ഞാൽ മതി. ഇൻസ്റ്റെഡ് ഓഫ് 4 സെൻറ്റിമീറ്റർ ഇഫ് ഇറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ അറ്റ് ദാറ്റ് ടൈം ലെങ്ത് ഈസ് 20 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റർ മീൻ ഇറ്റ്സ് ഏരിയ ഈസ് 20 × 1 ഈസ് 20 ലൈക്ക് ദാറ്റ് എന്ന് പറയുമ്പം ലെങ്ത്തിന് സംഭവിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് ബ്രെഡ്ത്ത് മാറിക്കഴിഞ്ഞാൽ വി ക്യാൻ മേക്ക് ദി ഏരിയ ഫിക്സഡ്. അപ്പോൾ അങ്ങനെ ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, നിങ്ങൾ ഇതെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ ഏരിയ 20 ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മാറുന്നതിനനുസരിച്ച് ഏരിയ ഫിക്സഡ് ആക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് കുറച്ച് കൂടുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് കുറഞ്ഞു കൊടുക്കണം. സോ ദാറ്റ് the area should be always 20 square. And you just see this one. You see its length is going on increasing, so that breadth is going on decreasing. Then the area is always fixed to 20. Now it's a reverse process is there. That means length decreases, so that breadth increases like that. At that time also the area is fixed at 20. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഫിക്സഡായി നിർത്തിയും കൊണ്ട് അതിൻ്റെ ലെങ്ത്ത് മാറുന്നതിൻ്റെ ഓപ്പോസിറ്റ് റേറ്റിൽ ബ്രെഡ്ത്ത് മാറുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഫിക്സഡായി നിർത്താം. ഇത് നമുക്ക് ട്രയാങ്കിളിനും പറ്റും. ട്രയാങ്കിൾ നിങ്ങളെ മനസ്സിലുണ്ടല്ലോ, ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുലയും നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കും. ഓക്കെ, വട്ട് ഈസ് ദി ഫോർമുല ടു ഫൈൻഡ് ഔട്ട് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ? ഓക്കെ, ജസ്റ്റ് റിമൈൻഡ്. Okay, just remember it. It is half VH. Area of a triangle is half VH, where B represents its one side and H is the perpendicular distance from the opposite vertex. And so for triangle also, as we try to lengthen its base, if we with the same rate, if we try to reduce its height, always this half BH can be fixed, mean the area will be fixed. എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ബേസിനെ ഇതേപോലെ നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ്ത്ത് അതിനനുസരിച്ച് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഏരിയനെ വീണ്ടും നമുക്ക് ഒരു ഫിക്സഡ് നമ്പറിൽ നിർത്താൻ കഴിയും. നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ ട്രയാങ്കിളിൻ്റെ ഏരിയ മാറുന്നത് നമുക്ക് ഇതേപോലെ കാണാം. ബേസിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതിൻ്റെ ബ്രെഡ്ത്ത് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഏരിയനെ എപ്പോഴും ഒരു 24-ൽ നിർത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, ഹിയർ ലിസൺ. അതിൻ്റെ ലെങ്ത്ത് ബേസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹൈറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓൾവേസ് ഏരിയ ഈസ് സം 24 പോയിൻറ്റ് ലൈക്ക് ദാറ്റ്. അവിടെ ഒരു മൈന്യൂട്ട് ഡിഫറൻസ് കാണും. അത് ജിയോജിബ്രൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്ലൈഡറിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങൾ ജിയോജിബ്ര മനസ്സിലാക്കുമ്പോൾ എന്താണെന്നുള്ള പ്രശ്നം മനസ്സിലാവും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 2 ട്രയാങ്കിളിൻ്റെ ഏരിയ ഫിക്സഡായി ഇത് നിർത്തിയിട്ട് അതിൻ്റെ ബേസിനും ഹൈറ്റിനും മാറ്റം വരുത്തിയിട്ട് ഏരിയ ഫിക്സഡാക്കി നിർത്താൻ പറ്റുമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അതുപയോഗിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൻ്റെ മെയിൻ ബേസ്, ഇത് ഈ ഒരു കണ്ടൻ്റാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ദറ്റ് മീൻ you may be given a triangle at first. You need to draw another triangle. That triangle must have the same area as that of the first triangle. Certain conditions may be there, such as its bases are equal like that. And so how such a triangle can be drawn? Listen here. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാണ്. ഞാൻ ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, ഇതിൻ്റെ ഏരിയ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം.
ഏരിയ 21.31 സ്ക്വയർ യൂണിറ്റ്സ്. അതിൻ്റെ വൺ സൈഡിനെ ഏത് സൈഡായിട്ട് എടുക്കാം, വൺ സൈഡിനെ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്നുള്ള ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഹാഫ് ആക്കിയപ്പോൾ കിട്ടിയത് ആൻസറാണ് 21.31 സ്ക്വയർ യൂണിറ്റ്സ്. Now we have to draw another triangle. That triangle must have the same area as that of this triangle. Okay, how that can be drawn? ഇങ്ങനൊരു ട്രയാങ്കിൾ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റുന്നുള്ളതാണ്. നമുക്ക് ഈ ലൈനിന് പാരലായിട്ട് ഇതിനെ നമ്മൾ എ ബിനെ ബേസ് ആക്കി എടുക്കുകയാണെങ്കിൽ എ ബി എന്ന ബേസിന് പാരലായിട്ട് സിയിലൂടെ ഒരു ലൈന് കടന്നു പോകണം. ഓക്കെ, ഹൗ സച്ച് എ ലൈൻ ക്യാൻ ബി ഡ്രോൺ? നിങ്ങൾക്കറിയാലോ, നിങ്ങൾ നോട്ട് ബുക്കിൽ വരയ്ക്കുമ്പോൾ എ ബിക്ക് പാരലായിട്ട് സിയിലൂടെ ഒരു ലൈന് വരയ്ക്കാൻ യു ഹാവ് ടു ടേക്ക് പ്രൊട്രാക്ടർ സെറ്റ് സ്ക്വയർ ആൻഡ് സ്കെയിൽ. അപ്പോൾ സെറ്റ് സ്ക്വയർ എ ബിയെ ചേർത്ത് വെക്കും, അവിടെ സ്കെയിൽ ചേർത്ത് വെക്കും. ആ സെറ്റ് സ്ക്വയറിൻ്റെ ഒരു അരികിൽ സ്കെയിൽ ചേർത്ത് വെക്കും. സ്കെയിലിൻ്റെ അരികിലൂടെ സെറ്റ് സ്ക്വയറിനെ ഉയർത്തിയിട്ട് സിയിലെത്തുന്നത് വരെ നിങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് സെറ്റ് സ്ക്വയറിൻ്റെ അരികിലൂടെ ലൈന് വരയ്ക്കുക. Okay, that kind of work I think that you have learned in the 7th standard onwards. Okay, how a parallel line can be drawn. നിങ്ങൾക്ക് കോമ്പസ് ഉപയോഗിച്ചിട്ട് പാരലൽ ലൈന് വരയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് അതിന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇതിലൂടെ പാരലായിട്ട് ഒരു ലൈന് വരയ്ക്കാൻ പോവാണ്. എ ബിക്ക് പാരലായിട്ട് സിയിലൂടെ ഒരു ലൈന് വരയ്ക്കാൻ പോവാണ്. അപ്പം അത് ലൈന് വരയ്ക്കുകയാണ് എ ബിക്ക് പാരലായിട്ട് സിയിലൂടെ. ഓക്കെ, ഇപ്പോൾ എ ബിക്ക് പാരലായിട്ട് സിയിലൂടെ ഒരു ലൈന് വരച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എനി ടു പോയിൻറ്റ്സ്, ദി പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ലൈൻസ്, ദിസ് വൺ ആൻഡ് ദിസ് സ്പേസ് ഈസ് ഓൾവേസ് ഫിക്സഡ്. അപ്പം ഈ ലൈനിലെ ഏതൊരു പോയിൻറ്റും നമ്മൾ അടുത്ത ട്രയാങ്കിളിൻ്റെ തേർഡ് വെർട്ടെക്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, let us take such a point. A point on this line can be taken as the third vertex of the next triangle which we want to draw. And so here I am going to draw another triangle with this one as the base. This one is the base of the triangle, is one side of the triangle, and the third vertex is this one that lies on the line parallel to base. Here I have drawn a triangle AB. Let us name this one. This one can be ABD is the triangle. Its area, let us check its area. Its area can be, its area is 21.31 as that of this triangle. Okay, here we have drawn a triangle with the area equal to the initial triangle. The initial triangle is ABC. Now the drawn triangle is ABD. Why these two triangles get same area? Because their bases are, we know the formula to find out the area of a triangle is half BH. For both these triangle bases are same and the height from the opposite vertex to the base is also same. And so if we draw another triangle such that from here, if we take some other point here and join this one to these 2 points, and what area will be to that triangle will have the same as that of this one triangle ABC. Okay, and so if we move this triangle, the different triangles can be viewed. Let us move this point. Just moving this point, you see these are all different triangles. What about the speciality of the initial triangle and this new triangle? They get same base and the same height to the opposite vertex, mean their areas is fixed. Okay, and so that two triangles get same area. If we keep the point, if we keep this triangle such that this side perpendicular to the base same, at that time this will be a right angle triangle, so that we can draw a right triangle with the area equal to the initial triangle by keeping the point like that. So this one, ഈ ലൈന് ബേസുമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രീതിയിൽ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ we will get a right angle triangle. നമുക്കൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അതേ ഏരിയ ഉള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ എ ബിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ട് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഈ പാരലൽ ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ്, ഈ ലൈനിൻ്റെ പോയിന്റിലേക്ക് ഇങ്ങോട്ട് ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്ക് ഐസോസിലസ് ട്രയാങ്കിൾ കിട്ടും. അത് കണ്ടീഷൻ പലതും ആകാം. ഈ 3 സൈഡ്സ് തന്നിട്ട് നിങ്ങളോട് മറ്റൊരു ട്രയാങ്കിൾ വരക്കാൻ പറയാം, അതിൻ്റെ സൈഡ്സുകൾ തരാം. ആ രീതിയിലൊക്കെ വരക്കുന്ന ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കളക്ഷനായിട്ട് തരുന്നുണ്ട്. യു ജസ്റ്റ് ട്രൈ യുവർ സെൽഫ് ടു ആൻസർ ദോസ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഈ
ലൈനിൻ്റെ പുറത്തുള്ള ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഹിയർ സംഭവം ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ട്രയാങ്കിൾ ഇതുപോലെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാങ്കിളിലേക്ക് പറ്റും. ബേസ് സെയിം ആണെങ്കിലും ഹൈറ്റ് ഇപ്പോൾ വരച്ച ട്രയാങ്കിളിന് കൂടുതലാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഏരിയ ആദ്യത്തെ ട്രയാങ്കിളിനേക്കാളും കൂടിയിരിക്കും. ഒക്കെ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഏരിയ 27.69 ആണ്. അപ്പോൾ നമുക്ക് അത് ഒന്ന് മൂവ് ചെയ്യിപ്പിച്ച് നോക്കാം. ഈ പോയിന്റിനെ നമ്മൾ ഇനിയും ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ കൂടി വരും, കാരണം ഹൈറ്റ് കൂടുകയാണ്. നമ്മളതിനെ കുറച്ച് കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് ഇപ്പോൾ നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിനേക്കാളും കുറവായതുകൊണ്ട് ഏരിയ കുറവാണ്. അതിനെ ഉയർത്തി ഒരു സമയത്ത് ആ പാരലൽ ലൈനിൽ ഒരു പോയിൻ്റായിട്ട് മാറുന്ന സമയത്ത് ദി ഏരിയ വിൽ ബി സെയിം ആസ് ദറ്റ് ഓഫ് ദി അതർ 2 ട്രയാങ്കിൾസ്. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് പോയിന്റിൽ നിർത്താൻ നമുക്ക് കഴിയണം. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ അതേ ഏരിയ കിട്ടുള്ളൂ. ഓക്കെ, ഇത് കൃത്യമായിട്ട് അതേ ലൈനിലാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആ ലൈനിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഏരിയ മറ്റ് 2 ട്രയാങ്കിൾ നമ്മൾ ആദ്യം വരച്ച ട്രയാങ്കിളിൻ്റെ ഏരിയൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടാൽ മതി. ആൻഡ് സോ ഹിയർ ഹൈറ്റ് കൂടുതലാണ്, ഗിവൺ ട്രയാങ്കിളിനേക്കാളും ഏരിയ കൂടുതലാണ്, ഹൈറ്റ് കുറവാണ്, ഗിവൺ ട്രയാങ്കിളിനേക്കാളും ഏരിയ കുറവാണ്. അപ്പോൾ ഈ ലൈനിൽ തന്നെ ആണെങ്കിൽ മാത്രമേ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വലായിട്ട് കിട്ടുള്ളൂ. യു ഫോളോ? അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു ഗിവൺ ട്രയാങ്കിളിൻ്റെ ഏരിയക്ക് ഈക്വലായിട്ട് ഒരു ട്രയാങ്കിൾ വരക്കുന്ന വിധം നിങ്ങൾ മനസ്സിലാക്കി കാണും. ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിന് ഈക്വൽ ഏരിയ ഉള്ളതും എന്നാൽ റൈറ്റ് ആംഗിൾഡ് ആകേണ്ടതുമായിട്ടുള്ളൊരു ട്രയാങ്കിൾ വരക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. ഒരു ട്രയാങ്കിൾ തന്നിട്ട് അതിന് ഈക്വൽ ഏരിയ ഉള്ളതും ബേസ് സെയിം ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വരക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടേക്കാം. അപ്പോൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് തരാൻ പോവാണ്. അതിനു മുമ്പ് ഈ ചാപ്റ്ററിന് നമ്മൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഉള്ളൊരു നോട്ട്സ് നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾ ഓൾറെഡി വിക്ടേഴ്സ് ചാനലിൽ കണ്ടിട്ട് നോട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു നോട്ട് എഴുതാത്തവരുണ്ടെങ്കിൽ അത് ഇപ്പോഴെങ്കിലും എഴുതുക. ഏരിയ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം എഴുതേണ്ട നോട്ട് ഇനി പറയുന്നതാണ്. ഓക്കെ, അത് വീഡിയോ പോസ് ചെയ്ത് നിർത്തിയതിന് ശേഷം നിങ്ങൾക്ക് ആ നോട്ട് എഴുതിയിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 2 ട്രയാങ്കിളിൻ്റെ ബേസുകൾ സെയിം ആണെങ്കിൽ അതിൻ്റെ തേർഡ് വെർട്ടെക്സ് ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനിലാണെങ്കിൽ അവയുടെ ഏരിയകൾ ഈക്വലാണ്. വേറെ രീതി പറഞ്ഞാൽ 2 പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഈക്വൽ ബേസോട് കൂടി നിൽക്കുന്ന 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ ഈക്വലാണ്. You follow? That is 2 triangles with the same base and their third vertexes are on a line parallel to base. They will get equal area. 2 ട്രയാങ്കിളിൻ്റെ ബേസ് സെയിം ആയിരിക്കുകയും തേർഡ് വെർട്ടെക്സ് ബേസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലും ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾസിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. തിരിച്ചും പറയാം, 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ സെയിം ആയും കൊണ്ട് ബേസുകൾ ഈക്വലാക്കാൻ ശ്രമിച്ചാൽ, ബേസുകൾ ഈക്വലാകുകയും ഏരിയകൾ ഈക്വലാക്കാൻ ശ്രമിച്ചാൽ അവയുടെ തേർഡ് വെർട്ടെക്സ് നിലകൊള്ളുന്നത് ബേസിന് പാരലലായിട്ടുള്ള ഒരു ലൈനിലായിരിക്കും. അതാണ് നോട്ടായിട്ട് എഴുതേണ്ടത്. ദിസ് വൺ ഈസ് യുവർ നോട്ട്സ്. Triangles with the same base and third vertex on a line parallel to base get same area. Triangles between parallel lines with the same base get equal area. അതിൻ്റെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ triangles between parallel lines with the same base get equal area. വീഡിയോ പോസ് ചെയ്യുക, എഴുതിയെടുക്കുക. ഓക്കെ, അതിൻ്റെ റിവേഴ്സാണ് ഈ പറയുന്നത്. ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ ഗെറ്റ് ദിയർ തേർഡ് വെർട്ടെക്സ് ഓൺ എ ലൈൻ പാരലൽ ടു ബേസ്. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതി വെക്കുക. ഇത്രയും പറഞ്ഞതിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിട്ടുള്ളത്. യു ഹാവ് ടു റൈറ്റ് ദീസ് ക്വസ്റ്റ്യൻസ്. ദേ ആർ ടു ഡ്രോ ഈക്വൽ ട്രയാങ്കിൾസ് വിത്ത് ഏരിയ. You need to here draw triangles at first, then draw other triangles with the same area as that of the initial triangle. But certain conditions are given in the question. You have to draw accordingly. And if you are in trouble to answer,
if you are in trouble to draw the figures, definitely I am ready to help you. Okay, try your level best to get these pictures, and after having it completed, just show me. You have to post your pictures that you have written in your notebook. Okay, when I ask you, to those whom I need to ask only, to those whom I ask only need to exhibit your answers. Okay, അപ്പോൾ തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. എല്ലാവരും ഇങ്ങനൊരു ക്ലാസ് കിട്ടിയതിൻ്റെ ശേഷം എന്താണ് അതിൻ്റെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ പറയുക. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ്, ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു നോക്കുകയാണ്. എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.